നമുക്ക് തൃപ്പൂണിത്തുറ MLA എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു പറഞ്ഞു, ഒരു കാരണവശാലും മാറരുത്, ഉറപ്പായും മത്സരിക്കണം എന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹത്തോട് പറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് നീ അങ്ങനെ പറഞ്ഞതിന് നല്ല കാര്യം, പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളോട് ആരോടും പറയാതെ ഒരു ദിവസം വീണ്ടും നിർബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. എങ്കിലും എല്ലാ കാലത്തും ജനങ്ങൾ ഓർത്തിരിക്കും. ഇനി വന്നവരുടെയൊക്കെ പാടായിരിക്കും. ഇവിടെ MLA വന്നവരുടെയൊക്കെ സ്ഥിതി ഓർത്തിട്ട് ഞാൻ ചിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഓടി എല്ലാ സ്ഥലത്തും എത്താൻ അടുത്ത ആൾ വരുന്ന ആളുടെ തലകുത്തി നിൽക്കേണ്ടി വരും. അടുത്ത ജനപ്രതിനിധിയായിട്ട് വരുന്ന ആളുകളല്ല. ഞാൻ അദ്ദേഹത്തിന് എല്ലാ സ്നേഹവും എല്ലാ ഇതും വെച്ച് യാതനകൾ അർപ്പിക്കണം. ഞാൻ ദീർഘമായി ഇതൊന്നും പ്രസംഗിക്കുന്നില്ല, എല്ലാവരും നേതാക്കളെല്ലാം പ്രസംഗിച്ചതാണ്. പുതുയുഗയാത്ര, ജനങ്ങളുടെ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു യുഗപ്പിറവിക്ക് തുടക്കം കുറിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ ഗവൺമെൻറ് സകല രംഗത്തും എല്ലാവരും പറഞ്ഞു തകർത്തു തരിപ്പണമാക്കി. നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ തകർന്നു, ആരോഗ്യ മേഖല തകർന്നു, ഇല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു, KSRTC പോയി, KSEB പോയി, സപ്ലൈകോ പോയി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, ക്ഷേമനിധികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തകർന്നു. അടുത്തത് തകരാൻ പോകുന്നത് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയാണ്. 7 ക്ഷേമനിധികളാണ് തകരുന്നത്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി 12 മാസം ഒന്നാം സ്ഥാനത്താണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ സമ്പദ്ഘടന തകർത്തു. 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിൽ. ആ സാമ്പത്തിക പ്രയാസം സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൂടി കടന്നിരിക്കുക. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ഞാൻ പറയും, ഒരു ബാങ്കിൽ നിന്നൊരു ജപ്തി നോട്ടീസെങ്കിലും വരാത്ത ഒരാളെ കണ്ടാൽ ഭാഗ്യവാനാണെന്ന് പറയും, അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് പറയും. മിക്കവർക്കും കൊണ്ടൊരു ജപ്തി നോട്ടീസ്. എല്ലാവരും പ്രയാസത്തിലാണ്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ചെലവ് ഞാൻ പറയുന്നു 2 വർഷം കൊണ്ട് ഒരു 20,000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. വലിയ കുടുംബത്തിലൊന്നുമല്ല, സാമ്പത്തിക കുടുംബത്തിലല്ല, ഇടത്തരം കുടുംബത്തിൽ. ആരുടെയാണ് വരുമാനം വർദ്ധിച്ചിരിക്കുന്നത്? ഒരാളുടെയും വരുമാനം വർദ്ധിച്ചു. ജീവിതം ഇവർ ദുസ്സഹമാക്കി. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ്. അയ്യപ്പൻ്റെ സ്വർണം വരെ ഇവർ മോഷ്ടിച്ചു, ഇല്ലേ? 3 CPM നേതാക്കന്മാർ ജയിലിലാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നത്. വീണ്ടും അവർ കക്കാൻ നോക്കിയപ്പോഴാണ് കോടതി ഇടപെട്ടത്. ഈ മോഷണം നടക്കുക, രക്തസാക്ഷികളുടെ ഫണ്ട് കവർന്നെടുക്കുക, കേരളത്തെ മുഴുവൻ തകർത്തു. ആ കേരളത്തെ, ഇവർ തകർത്ത കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സമഗ്രമായ പദ്ധതികളുമായി ഇവർ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ രംഗത്തെ നമുക്ക് കൈപിടിച്ച് ആരോഗ്യവതിയാക്കി നടത്തണം. വിദ്യാഭ്യാസ മേഖലയെ ഉണർത്തണം. നമ്മുടെ കുട്ടികളൊക്കെ 40-50 ലക്ഷം രൂപ മുടക്കി വിദേശത്ത് പോയി പഠിക്കുകയാണ്, കിടപ്പാടം പണയപ്പെടുത്തി. അവരവിടെ പോയി പഠിക്കുന്ന കോഴ്സുകൾ നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടെ കാർഷിക മേഖലയിൽ വ്യത്യാസം വരണം, ആരോഗ്യ മേഖലയിൽ വ്യത്യാസം വരണം. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തൊഴിൽ വേണം, സംരംഭം തുടങ്ങാൻ സഹായിക്കണം. ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണം. കേരളത്തിനൊരു മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഗ്രഹപാഠം ചെയ്ത സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഈ നാട്ടിൽ മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവർ വർഗീയത പ്രചരിപ്പിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് ഒരാളും വർഗീയത പറയണ്ട, വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും എന്നാണ്. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ അതിനെ ശക്തിയായി എതിർക്കും. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മളതിനെ വെള്ളം ചേർക്കില്ല. നമുക്കൊരു കേരളം ഉണ്ടാകണം. നമ്മുടെ മക്കളും അവരുടെ മക്കളുമെല്ലാം സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു കേരളം. അതിനെ തടസ്സപ്പെടുത്താൻ ആര് വന്നാലും നമ്മളതിനെ ചോദ്യം ചെയ്യും. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇപ്പോൾ അവർ നടത്തുന്നത് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. പൂച്ച വെറ്റിക്കിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഒരു വിലയുമില്ല. ഒരു തരത്തിലും
അവർക്ക് വിശ്വാസ്യത ഇല്ലാതായിരിക്കും, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്നിട്ട് കേരളം മുഴുവൻ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ബോർഡ് വയ്ക്കുകയാണ്. എല്ലാം ശരിയാക്കി എന്നാണ് പറയുന്നത്. എല്ലാം ശരിയാക്കി അല്ലേ? വേറെ അർത്ഥത്തിൽ എല്ലാം ശരിയാക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. കേരളം തകർന്നിരിക്കുക. ആ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ചുമതലയാണ് UDF ജനങ്ങളോട് പറയുന്നത്. ജനങ്ങളോട് UDF നൽകുന്ന വാക്ക്, നമ്മൾ വന്നാൽ ഗുഡ് ഗവേണൻസ് ഉണ്ടാവും, സദ്ഭരണം ഈ നാട്ടിലുണ്ടാവും. അതാണ് വാക്ക്. 2, കേരളം പുറകിലേക്ക് നടക്കില്ല. കേരളം ഇനി നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യും. ഈ പാവപ്പെട്ട നമ്മൾ ഖജനാവ് നിറയ്ക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ ഖജനാവിൽ പണം ഉണ്ടാക്കണം. അതാണ് സർക്കാരിൻ്റെ ജോലി. സർക്കാർ ഖജനാവ് നിറച്ചാൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റി, അവൻ്റെ വിഷമങ്ങൾ മാറ്റി, അവൻ്റെ കണ്ണീരൊപ്പി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി നമുക്ക് ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റണം. നമ്മൾ ഈ ജാഥയുമായി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ഇവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിജയിക്കുന്നതിനുള്ള പദ്ധതി നമ്മൾ അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും, ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല UDF വരുന്നത്, കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ് വരുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഇതൊരു ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ തിരശീല ഉയരുകയാണ് കേരളത്തിൽ. പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. നമ്മുടെ UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. നമ്മുടെ പ്രിയങ്കരനായ MLA ബാബുചേട്ടൻ പറഞ്ഞതുപോലെ തൃപ്പൂണിത്തുറയിൽ നമുക്കൊരു UDF MLA നല്ല ഭൂരിപക്ഷത്തിൽ അതിനെ വിജയിക്കും. ഞാൻ നിങ്ങളെ ആ ചുമതല ഏൽപ്പിക്കുന്നു. നിങ്ങളത് ഏറ്റെടുക്കും എന്ന് ഞാൻ കരുതുന്നു. ഉറപ്പല്ലേ? നല്ല ഭൂരിപക്ഷത്തിൽ തൃപ്പൂണിത്തുറയിലെ MLA ഉണ്ടാകും.